الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, നോമ്പിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അത്താഴത്തിൽ എങ്ങനെയാണ് ബറക്കത്തുള്ളത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത്താഴത്തിൽ നിന്ന് ബറക്കത്ത് പല രീതിയിൽ കരസ്ഥമാക്കാൻ സാധിക്കും. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അഹ്ലുൽ കിതാബുകാരോട്, ജൂത നസ്രാനികളോടുള്ള എതിരിടലാണ്. മുഖാലഫത്തു അഹ്ലിൽ കിതാബ്, വേദക്കാരായ ജൂതന്മാരോടും നസ്രാനികളോടുമുള്ള അവരോടുള്ള വിയോജിപ്പാണ്. കാരണം അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അക്കലത്തു സുഹൂർ. നമ്മളുടെയും വേദക്കാരുടെയും നോമ്പ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് അത്താഴം കഴിക്കലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത്താഴം കഴിക്കുക എന്നുള്ളതില്ല. നമ്മുടെ നോമ്പിന്റെ ഒരു പ്രത്യേകതയാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. ഇപ്പൊ ജൂതന്മാരോട് നസ്രാനികളോട് അവരുടെ ഇബാദത്തുകളിൽ നിന്ന് വ്യത്യസ്തമാകുക എന്നുള്ളത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാം പറയാതെ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുക എന്നുള്ളത് ജൂതന്മാരുടെയും നസ്രാനികളോടും സാദൃശ്യപ്പെടില്ല. അതുകൊണ്ട് സലാം പറയാതെ ഇങ്ങനെ വെറുതെ കൈകൊണ്ട് ആംഗ്യം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ജൂതന്മാരോടും നസ്രാനികളോടും മുഖാലഫത്താണ്. സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീടിന്റെ മുന്നിൽ നിങ്ങൾ ചമ്മലകൾ കൂട്ടിയിടരുത്. ജൂത നസ്രാനികളുടെ പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ മിറ്റടിച്ചു വരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ദീനിൽ ഒരുപാട് പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ജൂത നസ്രാനികളോട്, വേദക്കാരോട് മുഖാലഫത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് അവരുടെ ആരാധനയോട് നമ്മളുടെ ഇബാദത്തുകൾ സാദൃശ്യപ്പെടാൻ പാടില്ല. അപ്പൊ അതാണ് ഒരു കാര്യം. അത്താഴത്തിലുള്ള ഒരു ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അത് മുഖാലഫത്തു അഹ്ലിൽ കിതാബാണ്. അഹ്ലുൽ കിതാബുകാരോടുള്ള മുഖാലഫത്ത് ഒന്നാമത്തെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, നിങ്ങൾ അത്താഴം കഴിക്കുക, എന്തെങ്കിലും കൊണ്ട് അത്താഴം കഴിക്കുക. കുറഞ്ഞത് വലൗ അയ്യജ്റ അഹദുക്കും ജറഅതൻ മിമ്മ, ഒന്നുമില്ലെങ്കിൽ ഒരു ഇറക്ക് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആ ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തെ ഒരു കാര്യം, അത്താഴം അത് കഴിച്ചു കഴിഞ്ഞാൽ നോമ്പിനുള്ള ഒരു ഖുവ്വത്ത് ലഭിക്കും. തഖ്വിയത്താണ് അത്. ഒരു ശക്തി നമുക്ക് അത്താഴത്തിൽ നിന്നും ലഭിക്കും. ഒരു ദിവസം മുഴുവൻ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കുറച്ച് സമയം, കൂടുതൽ സമയം ചെലവഴിക്കണം. അപ്പൊ അത്താഴം അതൊരു തഖ്വിയത്താണ്, നമുക്കൊരു ശക്തി പകരലാണ്. അപ്പൊ ഒരു ശക്തി പകരൽ അതിലുണ്ട്. ആ നിലക്ക് അത് ബറക്കത്താണ്. മാത്രല്ല അതൊരു ഉന്മേഷമാണ്, നശാപ്പാണ്. ഒന്നും കഴിക്കാതെ ക്ഷീണിച്ച് ദാഹിച്ച് വിശന്ന് നോമ്പെടുക്കുന്നതിന് പകരം എന്തെങ്കിലും എന്തെങ്കിലും കുടിച്ച് അത്താഴം കഴിച്ച് നോമ്പ് എടുക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഉന്മേഷം ഉണ്ടാകും, ഇബാദത്തുകൾക്ക് ഒരു സജീവതയുണ്ടാകും. അപ്പൊ ആ ഒരു നിലക്ക് അത് ബറക്കത്താണ്. മൂന്നാമത്തെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത്താഴത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത്താഴം കഴിക്കുമ്പോൾ അത് നീയത്ത് പുതുക്കാൻ സഹായകമാകും. നമുക്കറിയാം, നിർബന്ധമായ നോമ്പിന് നീയത്ത് നിർബന്ധമാണ്. ഫർള് നോമ്പിന് നീയത്ത് നിർബന്ധമാണ്. നീയത്തില്ലാത്തവന് നോമ്പില്ല. ഒരുവൻ രാത്രി കിടന്നുറങ്ങി, നീയത്തൊന്നും വെക്കാതെയാണ് ഉറങ്ങുന്നത്. പിറ്റേന്ന് ഫജ്ർ ബാങ്ക് കൊടുത്തിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത് എങ്കിൽ അവന് നോമ്പില്ല, അവന്റെ നോമ്പ് ബാത്തിലാണ്. കാരണം നീയത്ത് വെച്ചിട്ടില്ല. അപ്പൊ ഒരുവൻ അത്താഴത്തിന് എഴുന്നേൽറ്റ് അത്താഴത്തിന് വെള്ളം കുടിച്ച് അത്താഴം കഴിക്കുമ്പോൾ അവന്റെ മനസ്സിൽ നീയത്തുണ്ടായിരിക്കും. അപ്പൊ നീയത്തിന് സഹായകമാകുന്ന ഒരു കാര്യമാണ്
അത്താഴം കഴിക്കുക എന്നുള്ളത്. ആ നിലക്ക് അത് ബറക്കത്താണ്. അടുത്തൊരു കാര്യം, അത്താഴത്തിന്റെ സമയത്തിലുള്ള ദിക്ർ, ദുആ, അതിന് ഇത് സഹായകമാകും. അത്താഴത്തിന്റെ സമയത്ത് ഒരുവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ സന്ദർഭത്തിലുള്ള ദുആവും ദിക്റും അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. എന്താണ് അത്താഴത്തിന്റെ സമയത്തുള്ള ദുആ ദിക്ർ എന്ന് പറഞ്ഞാൽ? അത്താഴത്തിന്റെ സമയത്ത് പ്രത്യേകം ദുആ അല്ലെങ്കിൽ ദിക്റുണ്ടോ? ഉണ്ട്. ഇസ്തിഗ്ഫാറാണത്. അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നുള്ള അത്താഴത്തിന്റെ സന്ദർഭത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രി കുറച്ച് മാത്രമേ അവർ ഉറങ്ങുകയുള്ളൂ. അത്താഴത്തിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ തേടുന്നവരാണ് മുഅ്മിനീങ്ങൾ. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്താഴത്തിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ തേടുന്നവർ എന്ന് മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഇസ്തിഗ്ഫാർ തേടാൻ നമ്മളെ സഹായിക്കും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നു ഖത്താബിന്റെ മകൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കും. എന്നിട്ട് ഇടക്കിടക്ക് അദ്ദേഹത്തിന്റെ ഭൃത്യനോടും നാഫിഅനോട് ചോദിക്കും, നാഫിഅ അസ്ഹർന, നാഫിഅ അത്താഴത്തിന്റെ സമയമായിട്ടുണ്ടോ? അപ്പൊ നാഫിഅ പറയില്ല, സമയമായിട്ടില്ല. അദ്ദേഹം നിസ്കാരത്തിൽ തുടരും. വീണ്ടും ചോദിക്കും, അസ്ഹർന, അത്താഴത്തിന്റെ സമയമായോ? ഇല്ല. വീണ്ടും നിസ്കാരത്തിൽ തുടരും. നാഫിഅ പറയാണ്, അസ്ഹർന, നമ്മൾ അത്താഴത്തിന്റെ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നിസ്കാരം അത് നിർത്തുകയും ഇസ്തിഗ്ഫാറിന് വേണ്ടി മാറിയിരിക്കുകയും ചെയ്യാറുണ്ട്. അത്താഴത്തിന് ഒരുവൻ സ്വാഭാവികമായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ ഈ പറഞ്ഞ ഖൈറാത്തുകൾ നേടിയെടുക്കാൻ സാധിക്കും. അത് വലിയ ബറക്കത്താണ്, വലിയ ബറക്കത്താണ്. അത്താഴത്തിന്റെ കാര്യത്തിൽ സുന്നത്തായിട്ടുള്ളത് ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളതാണ്. നിഅമ സുഹൂരിൽ മുഅ്മിനി തംർ, ഒരു മുഅ്മിനിന്റെ എത്ര നല്ല അത്താഴമാണ് ഈത്തപ്പഴം കഴിക്കുക. ഈത്തപ്പഴം എന്നുള്ളത്, ഈത്തപ്പഴത്തിൽ അടങ്ങിയ പോഷകങ്ങളോ ഇതിന്റെ കാര്യം കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഈത്തപ്പഴം കഴിക്കുന്നതിൽ സുന്നത്തുണ്ട്. എന്താണ്? ഒറ്റയായി കഴിക്കുക എന്നുള്ളതാണ്. 1, 3, 5 ഒറ്റയിൽ കഴിക്കുക എന്നുള്ളതാണ് ഈത്തപ്പഴം കഴിക്കുന്നതിലുള്ള സുന്നത്ത്. അതുപോലെ തന്നെ അത്താഴം അതിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അത്താഴം പരമാവധി വൈകിപ്പിക്കുക എന്നുള്ളതാണ്. പരമാവധി വൈകിപ്പിക്കുക. ഒരുപാട് നേരത്തെ എഴുന്നേറ്റ് ഫജ്ർ വരെ തിന്നുകൊണ്ടിരിക്കുക, അതല്ല. പരമാവധി ബാങ്കിനോട് അടുത്തത് ആ സമയത്താണ് അത്താഴം കഴിക്കേണ്ടത്. സഹാബികൾ പറഞ്ഞതായി കാണാം, ഞങ്ങൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ഫജ്ർ ബാങ്ക് കൊടുക്കാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ഖദ്റ 50 ആയ, 50 ആയത്ത്, സൂറത്തുൻ നബ 50 ആയത്തുള്ള സൂറത്താണ്. അങ്ങനെ ഒരു 50 ആയത്ത് ഓതാനുള്ള കുറഞ്ഞ സമയമേ അത്താഴം കഴിച്ചാൽ ബാങ്ക് കൊടുക്കാനുള്ള ഒരു ഇടവേള, ഒരു സമയം എത്ര ഉണ്ടാകുള്ളൂ എന്ന് സഹാബികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ അത് അത്താഴം തഖീർ ചെയ്യുക, തഖീർ അത്താഴം പിന്തിപ്പിക്കുക എന്നുള്ളതാണ് സുന്നത്തായ കാര്യം. അത്താഴത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുക എന്നുള്ളത് സുന്നത്താണ്. പല ആളുകളും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. അത്താഴത്തിന് ആളുകൾ നോമ്പുറപ്പിക്കാനൊക്കെ ആളുകളെ ക്ഷണിക്കും, പക്ഷെ അത്താഴത്തിന്റെ കാര്യത്തിൽ നമ്മൾ മറക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ക്ഷണിച്ചിട്ടുണ്ട്, ഹലുമ്മു ഇല തആമിൽ മുബാറക്, അനുഗ്രഹീതമായ ബറക്കത്തുള്ള ഈ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ വരൂ. ഒരാൾക്ക് അത്താഴം കൊടുത്താൽ അവനന്ന് നോമ്പെടുക്കാനുള്ള ഒരു സഹായം നൽകുകയാണ്, നോമ്പെടുക്കാനുള്ള ഒരു യാനത്താണ്, സഹായിക്കലാണ്. അന്ന് അവൻ ആരോഗ്യത്തോടുകൂടി നശാത്തോടുകൂടി അവൻ നോമ്പെടുത്താൽ അതിന്റെ കൂലി അത്താഴം കൊടുത്ത ആൾക്കാണുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്താഴം കൊടുക്കുക, അത്താഴത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതും സുന്നത്തായി ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ വലിയ ബറക്കത്താണ്, വലിയ നന്മകളാണ് അത്താഴത്തിലുള്ളത്. നമ്മൾ അത്താഴത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ, അത്താഴം കഴിക്കുമ്പോൾ ഈ ശ്രദ്ധകൾ മനസ്സിൽ കരുതി ഈ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കഴിച്ചാൽ അതിൽ ഒരുപാട് കൂലി നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും, ഒരുപാട് സുന്നത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅല വഅലം.
സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.